ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. രാവിലെ മദ്രസകളുണ്ട്, മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പരുത്തിപ്പത്തിലുണ്ട്. ഇത് ചിലർ ഓറോട്ടി എന്നും പറയും. ഞാൻ ഇതിൻ്റെ മുന്നേ എല്ലാം ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആമീസ് പൊടി കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പരുത്തിപ്പത്തിൽ നമ്മുടെ ഈസി പത്തിൽ എന്ന് പറയും കേട്ടോ. ഇവിടെ ആദ്യം എല്ലാം പാനിൽ വെളിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കല്. പക്ഷെ ഇപ്പം ചെറുതായിട്ടാണ് ഉണ്ടാക്കല്. ആദ്യമെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പുലർച്ചക്ക് 4:30 മണിക്കെല്ലാം എണീച്ചിട്ട് അരി അരക്കും കേട്ടോ. ഗ്രൈൻഡറിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് ഇതുപോലെ പത്തിലും ഒറോട്ടിയും എല്ലാം ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ റേഷൻ അരി കുതിർത്തിട്ട് പൊടിക്കും കേട്ടോ. മില്ലിൽ പോയിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആമീസിൻ്റെ പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇടിയപ്പെല്ലാം ചുട്ടെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാനിന്ന് ചെമ്മീൻ, അതായത് കൊഞ്ചൻ ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ദോശേൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പറാണ്. പ്രത്യേകിച്ചിട്ട് നമ്മളെ ഉച്ചക്കത്തെ ചോറിൻ്റെ ഒപ്പരം. അങ്ങനെ നമ്മളെ പരുത്തിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മദ്രസ വിട്ടിട്ട് അമൻ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം കഴിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അവനെ സ്കൂളിൽ കൊണ്ടാക്കാനാണ്. എനിക്ക് SPCൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഓൻ്റെ 2-3 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അവരെല്ലാം ആക്കിയിട്ട് ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ചെറിയ മോളെയും കൂടിയും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മദ്രസ വിട്ടിട്ട് 2 മക്കൾ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. കുറേയൊന്നും വാങ്ങുന്നില്ല കേട്ടോ. അത്യാവശ്യമുള്ളത് മാത്രം മദ്രസയിൽ പോകുമ്പോൾ ചായക്ക് കഴിക്കാനെല്ലാണ് മേടിക്കുന്നത്. പിന്നെ മാഗി നൂഡിൽസ് മേടിക്കുന്നുണ്ട്. അത് 4 എണ്ണമാണ്, 1-ൽ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ നൂഡിൽസ് എല്ലാം മാസത്തിൽ ഒരിക്കലേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. പിന്നെ ഉഴുന്നും പരിപ്പ്, അത് മസാല ദോശയും ഉഴുന്നിൻ്റെ ദോശയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കയപ്പൊക്കെ ഉണ്ട്, അത് ചോറിന് പൊരിച്ച് കൂട്ടാൻ നല്ലതാണ്. പിന്നെ സേമിയം എന്ന് വെച്ചാൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പായസം ഉണ്ടാക്കിയിട്ടേ നമുക്ക് ശീലമുള്ളൂ. പക്ഷേ നമ്മുടെ റൂമിൽ പുതിയതായിട്ട് വന്നവർ ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പോപ്കോൺ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു പോപ്കോൺ ഞാൻ മുന്നേ ഉണ്ടാക്കുന്ന ഷോർട്സ് എല്ലാം ചെയ്തിട്ടുണ്ടേനും. ഇനി എടുക്കുന്നത് പയറ് വർഗ്ഗങ്ങളാണ്. ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ മുതിര, അത് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ നല്ലതാണ്. കുക്കറിൽ വേവിച്ചിട്ട് തേങ്ങയും വെല്ലം ഇട്ടിട്ട് കഴിക്കാൻ. അത് പണ്ടെല്ലാം നമുക്ക് ഉമ്മാമേല ഉണ്ടാക്കി തരുത്തുണ്ടേനും. ഇനി മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ കടലക്ക എടുത്തിട്ടുണ്ട്. കടലക്കറി പുട്ടിനും ഇടിയപ്പത്തിനും സൂപ്പറാണ്. പിന്നെ എൻ്റെ കൈ കിട്ടിയിട്ടുള്ളത് സോയാബീനാണ്. ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊരിച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. താഴേന്ന് മോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആമീസിൻ്റെ പൊടിയാണ്. ആമീസിൻ്റെ പൊടി ഞാൻ 1/2 കിലോനല്ലേ 1 കിലോ വാങ്ങി വെക്കും കേട്ടോ. അത് നമ്മൾ പൊടിച്ച പൊടിയായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഞാൻ കടലപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും നമുക്ക് വൈകുന്നേരത്തെ ചായക്കെല്ലാം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നുറുക്ക് ഗോതമ്പ്, അതും നല്ലതാണ് ഉപ്മാവ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ. അത് നമുക്ക് അംഗനവാടിയിൽ നിന്നെല്ലാം ആദ്യം കിട്ടലുണ്ടേനും. പിന്നെ അവിൽ, അത് വറുത്ത അവിലാണ്. വറുത്ത അവിൽ തേങ്ങയും വെല്ലവും അല്ലെങ്കിൽ പഞ്ചസാരയും ഇട്ടിട്ട് പഴവും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അത് ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബൂസ്റ്റ് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബൂസ്റ്റ് പാക്കറ്റാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഒരു പാക്കറ്റിന് 5 രൂപയാണ്. ഞാനൊരു 6-7 അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ എനിക്ക് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും. അടുത്തത് പപ്പടം എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പർച്ചേസ് എല്ലാം വീക്കെൻഡായിട്ട് വാങ്ങുന്നതല്ല. ഇപ്പം ഈ ഒരു മന്ത്ലി ആയിട്ട് ഞാൻ സാധനങ്ങളെല്ലാം നോർമലി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേ കിട്ടുള്ളൂ. ഈ ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ളത് ഞാൻ പെരുന്നാൾക്കാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പം വന്നിട്ട് വാങ്ങിക്കുക ചെയ്യുന്നത്. അടുത്തുള്ള കടയിൽ നോർമലായിട്ടുള്ള പച്ചക്കറിയും അതുപോലെ അരിയും അങ്ങനെയെല്ലാം ഉണ്ടാവുള്ളൂ. ഞാൻ വന്നതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഈ ഒരു സോസും കാര്യങ്ങളൊന്നും ഫ്രൈഡ് റൈസിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, അത് ലാസ്റ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഷെൽഫിൽ ചോക്ലേറ്റ് എല്ലാം കണ്ടിട്ട് ഓൾക്ക് വേണമെന്നുണ്ടേനും. അപ്പം ഞാൻ ഒറ്റൊന്നും മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം പറയുന്നുണ്ട് ഇത്താത്തക്ക് വേണമെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ മിൽക്ക് മിസ്റ്റിൻ്റെ ഈ ഒരു സ്ലൈസ് ചീസും അൺസാൾട്ടഡ് ബട്ടറും പിന്നെ ചെഡാർ ചീസും അതേപോലെ കേട് ചെറിയൊരു തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലിച്ചി വാങ്ങിച്ചിട്ടുണ്ട്. ലിച്ചി നല്ലോണം ദാഹിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു ലിച്ചിയാണ് വാങ്ങൽ. ഈ ബോട്ടിൽ ജ്യൂസ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ദാഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. മിനറൽ വാട്ടറൊന്നും ആ ടൈമിന് ഇവർ കുടിക്കുകയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കല. അതങ്ങനെയാണല്ലോ, പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വേണം. പിന്നെ
വെജി സെക്ഷനിലേക്കാണ് പോയിട്ടുള്ളത്. അത് തൊട്ടിപ്പുറത്ത് തന്നെയാണ്. എനിക്ക് കളർ ക്യാപ്സിക്കനും വേണ്ടത്, പക്ഷേ ഗ്രീന് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ 2 അത് എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങ, തക്കാളി, അത് മാത്രമല്ല വെളുത്തുള്ളി, ചെറിയുള്ളിയൊന്നും ഞാനിപ്പം വാങ്ങിച്ചിട്ടേ ഇല്ല. വെളുത്തുള്ളി പിന്നെ വേഗം തീർന്നു. ചെറിയ ഉള്ളിയാണ്, നമ്മൾ അങ്ങനെയുള്ള പോലെ വലുതല്ല. പിന്നെ ഈ ഒരു മത്തങ്ങ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മത്തങ്ങ വൻപയർ എരിശ്ശേരി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. അങ്ങനെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കക്കിരി അങ്ങനെയുള്ള പച്ചക്കറിയെല്ലാം മേടിച്ചിട്ടുണ്ടേനും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ബില്ലിംഗ് സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അനക്ക് ഹെൽപ്പിന് ആളുള്ളതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കുന്ന ടൈമിന് അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് ഹെൽപ്പറും കൂടി എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഓളും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ചോക്ലേറ്റും ഇതെല്ലാം കഴിക്കാന്. അതുകൊണ്ട് വേഗം കഴിഞ്ഞിട്ടിട്ടുണ്ട്, അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നോട് വെണ്ടക്ക എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. വെണ്ടക്ക വറുത്തരച്ചിട്ടും വെണ്ടക്ക നോർമലായിട്ടും കറി വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ആ വെണ്ടക്കയെല്ലാം ഇവർ കഴിച്ചോളും. വെണ്ടക്കയും പിന്നെ അതിൻ്റെ കൂടെ കോളിഫ്ലവർ പൊരിക്കുകയും മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പപ്പടവും അല്ലെങ്കിൽ മുളക് പൊടിച്ചത് നിങ്ങൾ ഇഷ്ടം പോലെ. ഞമ്മക്ക് അതിൻ്റെ കാര്യത്തിൽ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ കുട മേടിച്ചിട്ടുണ്ട്. കാരണം ഒരു കുട മേടിച്ചപ്പോൾ അമ്മന് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടേനും. പിന്നെ മഴക്കാലാണ്, അതുകൊണ്ട് തന്നെ കുട എക്സ്ട്രാ ഒന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് ഒന്നും കൂടി അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് ടൗണിൻ്റെ ഉള്ളിലൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആടെ തറച്ചും ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്രൂട്ട് പിടിയിലാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുത്തി. ഇവിടുന്ന് നമുക്ക് ജ്യൂസും കുടിക്കാൻ പറ്റും, ഫ്രൂട്ട് വാങ്ങിയിട്ട് പോവുകയും ചെയ്യാം. എൻ്റെ ഹെൽപ്പറിന് ദാഹിച്ച് അവസാനം ലൈം ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹാഫ് മതി എന്നേനും പറഞ്ഞത്, നമ്മൾ ഷെയറിംഗ് ആയിട്ട് കഴിക്കാന്ന് വെച്ചാൽ. പക്ഷേ അതോള് ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ട്. പിന്നെ ആടെ തന്നെ മാങ്ങയും നേന്ത്രപ്പയും സിട്രസും വാങ്ങിച്ചിട്ടുണ്ടേനും. നേരെ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കപ്പയും മോരും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടാ. കൊഞ്ചെനിക്ക് എത്രയാ? മീനെല്ലാം നല്ല വിലയാണ് കേട്ടോ. കൊഞ്ചനിക്ക് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ കാക്കിലോന് 80 എന്നാണ് പറഞ്ഞത്. പിന്നെ മാന്ത ഉണ്ട്, മാന്തക്ക് കാക്കിലോന് 100 രൂപയാണ്. പിന്നെ നമ്മൾ അധികമൊന്നും നിന്നിക്കില്ല, വലിയ കൊഞ്ചനൊന്നും മേടിക്കാണ്ട് ഒരുവിധം ചെറിയ കൊഞ്ചം മേടിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുഞ്ഞു മത്തിയാണ് ഇഷ്ടം, പക്ഷെ നെയ്യുള്ള വലിയ മത്തിയാണുള്ളത്. ചെറിയ പൊടിയായിട്ടുള്ള നെത്തല്, ചെറിയ കുറേ അയില ഇവിടെ കാണുന്നുണ്ട്. അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടാ. നമ്മൾ ചെമ്മീനും മാന്തയാണ് മേടിച്ചിട്ടുള്ളത്. അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കന് തൊട്ടപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും അവരത് കട്ട് ചെയ്ത് വെക്കും. കറി പീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഡിക്കിയിൽ വെച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലല്ല, ഉപ്പാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഞാനിവിടെ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വേഗം ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വെച്ചു. പ്രത്യേകിച്ചിട്ട് പാല്, തൈര് അങ്ങനെയുള്ള കേടായി പോകുന്ന സാധനങ്ങൾ. സ്കൂളില്ലാത്ത സമയത്ത് ഇങ്ങനെയെല്ലാണ്. സൺഡേയും സാറ്റർഡേയും നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലും പോവും, ഇവിടെ പോവും, പിന്നെ സാധനങ്ങൾ മേടിക്കും, പിന്നെ വീട് ക്ലീനിങ്. അപ്പം ഇന്നിങ്ങനെ ഇറങ്ങിയോണ്ട് നാളെ വീട് ക്ലീനിങ് ചെയ്യാന്ന് ചോദിച്ചു. ആ ഒരു ടൈമിനാണ് ഉപ്പ എനിക്ക് പേരൊക്കെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മഞ്ഞ കളറുള്ള പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉപ്പ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്ന് കൊത്തി തിന്നുകയും ചെയ്യും, പിന്നെ വീണ് പോവുകയും ചെയ്യും. അതുകൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ബട്ടർ അല്ലേ അത്? തൊട്ടപ്പുറത്ത് ബട്ടർ ഉണ്ട് കേട്ടോ. ഇതല്ലാത്ത വേറൊരു മരം ഉണ്ടേനും, ഞാൻ കഴിഞ്ഞ വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. അതിൽ കുറേ ബട്ടർ ഉണ്ടായിട്ടുണ്ടേനും. അങ്ങനെ ഞാൻ പേരക്കയും ബട്ടറും അങ്ങനെയുള്ള എല്ലാം കണ്ട് കഥയെല്ലാം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോവടുത്തേക്കാണ്, കിച്ചണിലേക്കാണ്. അതുവരെ ഇല്ലാത്ത വിശപ്പായിരിക്കും ആ ടൈമിന് ഉണ്ടാവുക. ഉമ്മ ഉറുമാമ്പായ, അതായത് അനാറിങ്ങനെ ഉതിർന്നിട്ട് ഇടുന്നുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ നല്ല അടിപൊളി ചോറും സാമ്പാറും മീൻചാറും ഓംപ്ലേറ്റ്, പിന്നെ ചെറിയൊരു മുളക് പൊടിച്ചത് വറവും ഉണ്ടേനും, പിന്നെ ചെറിയൊരു കൊണ്ടാട്ടം ഉണ്ടേനും. അപ്പം അതെല്ലാം കൂട്ടിയിട്ട് ഞാനിങ്ങനെ ചോറ് കഴിക്കുന്നതാണ്. നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് കഴിക്കാൻ എന്തോ ഒരു രസമാണെന്നറിയാമോ. ഭയങ്കര ടേസ്റ്റാണ് ഫുഡിനെല്ലാം. നല്ലോണം മറന്ന് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കൾക്കെല്ലാം വാരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ട്. വേറെ എവിടെയല്ല കേട്ടോ, അപ്പങ്ങളും അനിയൻ്റെ ഉള്ളിലായിട്ട് കുടുംബക്കാരെ വീട്ടിൽ പോയതാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഇടവലത്തുള്ള കുടുംബക്കാരെ വീട്ടിലും പോയിട്ടുണ്ടേനും. അപ്പോൾ ആടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ മംഗലപ്പുരയുണ്ട്. അപ്പോൾ ആ മംഗലപ്പുരയിൽ നിന്ന് നമുക്ക് ഉഴുന്നുവടയും ചട്നിയും കൊണ്ടുവന്നിട്ടുണ്ടേനും. ആടുത്തെ ഓലിക്ക് കൊണ്ടുവന്നെയാണ്, പക്ഷെ ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല ചൂട് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൺട്രോൾ പോകും ഇതെല്ലാം കണ്ടാൽ. അങ്ങനെ അതും കഴിച്ച് ആടുന്ന് തന്നെ ഓല് ചായയും കായ് വറുത്തെല്ലാം തന്നിട്ടുണ്ടേനും. അതും കുടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് രാത്രി ആയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. 6-7 മണിയായിട്ടുണ്ടാവും. പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇരുടായിട്ടാണ് ഉള്ളത്, നട്ടപ്പാതിര പോലെ ഉണ്ട്. പിന്നെ ഇന്ന് ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. സാധാരണ ഈ വെക്കേഷൻ ടൈമിനാണ് എൻ്റെ ക്ലീനിങ് എല്ലാം നടക്കല്. പ്രത്യേകിച്ചിട്ട് തുടക്കലും
അടിക്കലും അങ്ങനെയുള്ള പുറത്തുള്ള പണികളെല്ലാം. അപ്പോൾ അതെല്ലാം ഇനി നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചക്ക എനിക്ക് ഇന്നലെ തന്നതാണ് തൊട്ടപ്പുറത്തുള്ളവർ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. ഇനി വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും. എല്ലേ തന്നെ ഇതിൻ്റെ തെമ്പെല്ലാം ഒന്ന് കേടായിട്ടുണ്ട്. ഇനി ഞാൻ കത്തിയുമേൽ ചെറുങ്ങനെ നെയ്യാക്കുന്നുണ്ട്. അത് നമ്മൾ വിളഞ്ഞിനുണ്ട്, അത് വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൈമേലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മഴ പെയ്തുകൊണ്ട് ചിലപ്പം നല്ല മധുരം ഉണ്ടാവില്ല, വെള്ളം കവിളിയ പോലെ ഉണ്ടാവും ഈ ഒരു ചക്കയെല്ലാം. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചക്കയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതിൽ മുന്നേ ഉള്ള ചക്കയെല്ലാം ഭയങ്കര മധുരമായിരിക്കും. അത് വരിക്കച്ചക്കയായാലും പഞ്ചക്ക ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ ഇടവേളക്കാറിലുള്ള ടൈമിന് നമുക്ക് നല്ലതാണ്. ഇതുപോലെ എല്ലാം കിട്ടുമ്പം ഞാനിതിൽ മുന്നേലും വായക്കുമ്പം എനിക്ക് ഒരെണ്ണ തന്നതാണ്. പിന്നെ അവിടെ കുറേ വായുണ്ട് കേട്ടോ. ഒറോട്ടിപ്പത്തിൽ ചുടാനെല്ലാം എനിക്ക് വായച്ചപ്പും കിട്ടും, പിന്നെ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ കുറേ ഇടവേളക്കാറൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യത്തിലും അതുപോലെ എന്തെങ്കിലും ഉണ്ടായി വിളിച്ചാലും വേഗം വരികയും ചെയ്യും. അങ്ങനെ ചക്കച്ചോള ഇങ്ങനെ ഇതിലിങ്ങനെ ഇരിഞ്ഞിടുന്നുണ്ട്. കുറേയെല്ലാം കേട് വന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കുരു എടുത്തു കഴിഞ്ഞാൽ കറി വെക്കുകയും ചെയ്യും. കുരു ഉണ്ടാന്ന് പറയും. അത് ഞാനിതിൽ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുരു ഉണ്ട. അത് മധുരത്തിൽ നമ്മൾ വെല്ലയിലിട്ടിട്ട് ആക്കിയെടുക്കലാണ്. ഇന്നപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാഗി മേടിച്ചിട്ടില്ലേ, ആ ഒരു മാഗി കൊണ്ട് വൈറലായിട്ടുള്ള സ്പൈസി ഗാർലിക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗാർലിക് ചില്ലി. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം കൊണ്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. നിങ്ങൾക്ക് കുക്കിംഗ് മാത്രമാണോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫാണോ വ്ളോഗാണോ ഇഷ്ടമുള്ളെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ പുതിയ റെസിപ്പി ആയിട്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റ.